ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ശ്രീകൃഷ്ണായ നമോ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് സ്വർഗാരോഹണ പർവം. ചൊല്ലു ചൊല്ലിനിയും നീ നല്ല സൽക്കഥയെല്ലാം, കല്യാണം വരുവാനായി എന്നോടു കിളിപ്പെണ്ണെ. നല്ല പൈന്തേനും പാലും പക്വവും ശർക്കരയും വെല്ലവും വേറെ പഞ്ചസാരയും തരുവൻ ഞാൻ. ചൊല്ലിനാളതു കേട്ടു ബാലപ്പൈങ്കിളി മകൾ മല്ലാരിയുടെ ഭക്തവാത്സല്യം കേൾപ്പിൻ നിങ്ങൾ. ഭക്തരായുള്ളവരിലുത്തമൻ ധർമ്മപുത്രൻ ഭക്തപങ്കജം പാർത്തു ചൊല്ലിനാൻ ദേവദൂതൻ. ദേവരാജാജ്ഞയാലേ വന്നിതു ഞാനുമിപ്പോൾ, ദേവലോകത്തിങ്കലേക്കാശു പോരുക വേണം. വന്നുടൻ വിമാനമേറിയിടുക വൈകാതെ കണ്ടെന്നു ദേവേന്ദ്രദൂതൻ ചൊന്നതു കേട്ട നേരം. എന്നോടു കൂടെ പോന്ന സോദരന്മാരും വീണാർ, തന്വങ്കിയായ മമ ഭാര്യയും വീണാളല്ലോ. പിന്നെയും പിരിയാതെ പോയതെന്നോടുകൂടെ തന്നെ ഈശ്വാവു ഇവൻ തന്നെയും ഉപേക്ഷിച്ചു വിണ്ണവർക്കൊരിക്കനിക്കെന്നുമേ പോന്നുകൂടാ. പിന്നെ ഈശ്വാവിനെന്തരാശ്രയമെന്നു ചൊല്ലി സർവശോ രക്ഷേഷു നശ്വകാചാനവിമുഹുരുർവി പാലകനായാലാശ്രിതാനെന്നുണ്ടല്ലോ. നിശ്ചയമരക്ഷിത ബ്രഹ്മഃ ഭവേദിഹ, രക്ഷിതാ ഹയർമേധ കർത്താവെന്നുണ്ടല്ലോ കേൾ. ആശ്രിത പരിത്യാഗമെന്നും ഞാൻ ചെയ്യുകയില്ല, ശാശ്വതമായ ധർമ്മം എങ്ങനെ വെടിയുന്നു. എന്നെയും കൊണ്ടു വിണ്ണിൽ പോകേണമെന്നാകിലോ, മുന്നമീശ്വാവു തന്നെ കരയേറ്റുക വേണം. എന്നതു കേട്ടു ചെവി പൊത്തിനാൻ ദേവദൂതൻ. എന്നെ കഷ്ടമേ ഭവാനെന്തിതു തോന്നിടുവാൻ. ധർമാധർമ്മങ്ങൾ അറിഞ്ഞിടുവാൻ ആരുള്ളതു ധർമ്മനന്ദന നിന്നോടൊത്തിഹ വിശ്വത്തിങ്കൽ. കുൽസിത ജന്തുക്കളിൽ വച്ചതി നിർകൃഷ്ടമായി സൽസമാവായ നിന്ദ്യമായതീശ്വാവല്ലയോ. കണ്ടാൽ കാൽ കഴുകേണം, തൊട്ടതു കളയേണം, ദൃഷ്ടമായതും പിന്നെ ശുദ്ധമല്ലെന്നു നൂനം. ദുഷ്ടജന്തുക്കളിൽ വെച്ചെത്രയും നികൃഷ്ടമായി കഷ്ടമായുള്ളതിശ്വാവെന്നതും അറിയണം. സ്വർലോകവാസമൊരു കാലവും ഒന്നിനാലുമില്ലല്ലോ ശ്വാവിനതു നീ അറിഞ്ഞിരിക്കുന്നു. പിന്നെ ഈ സഹോദരദാരസംഗാദികളും സന്നമായി സർവവിഷയങ്ങളും ഉപേക്ഷിച്ചു മുക്തനായി വിശുദ്ധാത്മാവായ നീ എന്തേ വണ്ണം യുക്തിയുക്തങ്ങളല്ലാതുള്ളവ ചൊല്ലുന്നതും. മുക്തനായി വിശുദ്ധാത്മാവായ നീ എന്തീ വണ്ണം യുക്തിയുക്തങ്ങളല്ലാതുള്ളവ ചൊല്ലുന്നതും. ശ്വാവിങ്കൽ നിബദ്ധമാം മമത്വം ഉപേക്ഷിച്ചു ദേവയാനത്തിന്മേലേറിയിടുക വൈകാതെ. കുന്തി നന്ദനൻ താനും ചിന്തിച്ചു ചൊല്ലിയിടിനാൻ, എന്തിനെന്നോടിത്തരം വെറുതെ പറയുന്നു. സഞ്ചരിച്ചിടുകയില്ലാശ്രിതന്മാരയതിനന്തരം ഏതുമില്ല, പോയാലും ഭവാനെങ്കിൽ ബന്ധമറ്റിയിലെന്നതേ കേവലം എനിക്കുള്ളൂ. സന്ധിക്കും ഇനിയൊരു കാലമെന്നതേ വേണ്ടു.
സ്വധർമ്മം ഉപേക്ഷിച്ചിട്ടുള്ളൊരു ഭോഗമൊന്നും സുധർമാവാസം പോലും എനിക്കു വേണ്ടയല്ലോ. ദേവദൂതനം ചൊന്നാൻ അന്നേരം ഇനി ശ്രാദ്ധദേവനന്ദന പുനരൊന്നറിയണം ഭവാൻ. മമത്വം കൊണ്ടു ബന്ധം വേറിട്ടുകൂടായുന്നു, സമത്വം കൊണ്ടു തന്നെ മോക്ഷവും വന്നിടുന്നു. ഗാംഗേയൻ വേദവ്യാസൻ മാർക്കണ്ഡേയനും പിന്നെ ശർവപാണിയും ബൃഹദ്വശനും മൈത്രേയനും നാരദൻ സനൽകുമാരാഖ്യനും ധൗമ്യൻ താനും ഓരോരോ തരം മറ്റുമിത്യാദി ദിവ്യജനം നിനക്കു ദിവ്യജ്ഞാനം ഉപദേശിച്ചാരതു നിനച്ചാൽ എനിക്കേറ്റം അത്ഭുതമുണ്ടാകുന്നു. എനിക്കും അവരുപദേശിച്ചതോർത്തു തന്നെ മനക്കാമ്പിനു ചുറ്റും ഇളക്കമില്ലായുന്നു പോയാ. എനിക്കും അവരുപദേശിച്ചതോർത്തു തന്നെ മനക്കാമ്പിനു ചുറ്റും ഇളക്കമില്ലായുന്നു. പോയാലും ഞാൻ ഇശാവു കൂടാതെ പോരുകയില്ലായത് വിലോചനനാകുമെൻ കൃഷ്ണനാണ്. ധർമ്മരാജനുമപ്പോൾ പ്രത്യക്ഷനായാനല്ലോ. ധർമ്മദേവനും അനുഗ്രഹിച്ചു തനയനെ. ധർമ്മജൻ വിമാനവുമേറിപ്പോയി സ്വർഗം പൂക്കാൻ പ്രീത്യാ പൂർണ്ണൈശ്വര്യ ഭോഗാദികളോടും കൂടി ധാർതരാഷ്ട്രജ്യേഷ്ഠനെ കണ്ടിതു ധർമാത്മജൻ. എത്രയും ദുഷ്ടനായോരധർമ്മിഷ്ഠനും പുനരിത്ര സൗഖ്യങ്ങളുണ്ടായി വന്നതും ചിത്രമത്രേ. മനസ്സിൽ കുതുകമല്ലിവിടെ വാഴ്വാനെനിക്കനുജന്മാരുള്ളിടത്തുടനെ പോകവേണം. ഇത്തരം ധർമ്മപുത്രൻ ചൊന്നതു കേട്ട നേരം വൃത്രാജിനിയോഗത്താൽ ദൂതനും വന്നു ചൊന്നാൻ. പോരികെങ്കിലോ തവ സോദരന്മാരുള്ളിടത്താരൂഢാനന്ദമെന്നു കേട്ടവനോടുകൂടെ ഭ്രാതാക്കളുള്ളിടത്തു ചെന്നതു നേരമേറ്റം വേദന തേടിയിടിനാൻ നരകം കണ്ട മൂലം. യാതനാ ദുഃഖം കണ്ടു ധർമ്മജൻ അതിവേഗാൻ യാതനായിടുവതിനാരംഭിച്ചതു നേരം. ധർമ്മജ ശരീരത്തെ തടവി മന്ദം കന്മഷമകന്നൊരു തെന്നൽ ചെന്നേറ്റ നേരം ആശ്വാസമുണ്ടായി വന്നു സോദരന്മാർക്കുമേറ്റം ആശ്ചര്യം പൂണ്ടു ചൊന്നാരവരും അതു നേരം. നിൽക്കേണമിവിടെയൊട്ടാവോളം ഞങ്ങൾക്കുള്ള ദുഃഖമൊട്ടകൊന്നിതു നിന്തിരുവടിയുടെ തിരുമൈ തടവി വന്നിടിന. കാറ്റുതട്ടി പെരുകയുണ്ടാശ്വാസം അഖില ഗുണാംബുദേ എന്നതു കേട്ടു തത്ര നിന്നിതു ധർമാത്മജൻ. ഇന്ദ്രാദിദേവഗണം അന്നേരം എഴുന്നള്ളി ധർമ്മജൻ തന്നെ സ്വർഗത്തിനങ്ങു കൊണ്ടുപോയാർ. ചിന്മയനായ കൃഷ്ണൻ തന്നുടെ ഭക്തൻ തന്നെ ധർമ്മദേവന്റെ നിയോഗത്താൽ അഞ്ജസാ മോദാലംബരഗംഗ തന്നിൽ സ്നാനവും ചെയ്തു നന്നായി ദിവ്യവിഗ്രഹനായി സ്വർഗത്തെ പ്രാപിച്ചപ്പോൾ സവ്യസായാദിഭാതൃജനത്തെ കാണായി വന്നു. ദ്രൗപദേയന്മാരെയും ദ്രൗപദിയെയും കണ്ടു, ഭൂപതി കർണനെയും കണ്ടു സന്തോഷം പൂണ്ടാൻ. ബന്ധുക്കളായ വിരാട ദ്രുപദാദികളും കുന്തി നന്ദനൻ തന്നെ കണ്ടു സന്തോഷം പൂണ്ടാൻ. ധർമ്മജാതികൾ തങ്ങൾക്കുള്ളൊരു നാനാകർമ്മങ്ങളുടെ ഫലമൊടുങ്ങിക്കൂടുവോളം സ്വർഗഭോഗങ്ങൾ അനുഭവിച്ചു വസിച്ചിതു സൽഗുണവാന്മാരായ പാണ്ഡവാദികൾ. പിന്നെ എല്ലാരും തന്റെ കാരണത്തിങ്കൽ തന്നെ നിർലീനന്മാരായി വന്നത് ഈശ്വര നിയോഗത്താൽ. ശ്രീ വൈശമ്പായനനും ജനമേജയൻ തന്നോടേവം ആദരപൂർവം അരുളി ചെയ്താനല്ലോ. ശ്രീ മഹാഭാരതമായിടിനോരഞ്ചാം വേദം ശ്രീവേദവ്യാസമുനിതാൻ അരുൾ ചെയ്തതെല്ലാം സൂതനുമതു
ശൗനകാദികൾക്കറിയിച്ചു വേദാന്ത പ്രകരണമായുള്ളോരിതിഹാസം. ജനമേജയനായ നൃപനുമാസ്തികനാം മുനിവര്യനും വരം കൊടുത്തു സർപ്പസത്രം സമർപ്പിച്ചതു. പുനരതിനാലാസ്തികനും പ്രമദം നിജമാതൃമാതുലന്മാർക്കു നൽകി കുണ്ടലികുലത്തെയും രക്ഷിച്ചാനേതുമൊരു ദണ്ഡമെന്നിയേ പുനരാസ്തിക മുനീന്ദ്രനും. ആസ്തികൻ അഹികുലം നൽകിനാരനുഗ്രഹം. ആസ്തിക മന്ത്രചരിത്രാദികൾ സന്ധ്യാകാലെ ചിന്തിക്കും ജനങ്ങൾക്കു സർപ്പവംശത്താലൊരു സന്താപം ഒരു നാളും ഉണ്ടാകയില്ലയെന്നും. ജനമേജയനഹിസത്രവും സമർപ്പിച്ചു മുനികൾക്കെല്ലാം വീണ്ടും ദക്ഷിണ ചെയ്തു നന്നായി ആശീർവാദവും പരിഗ്രഹിച്ചു പുറപ്പെട്ടാനാശുതൻ പുരോഹിതമാത്യജനത്തോടും. തക്ഷകശിലയിങ്കൽ നിന്ന് പോയി വേഗത്തോടെ പുക്കിതു ശോഭ തേടും ഹസ്തിനപുരത്തിങ്കൽ. ജനമേജയനുടെ സർപ്പസത്രത്തിങ്കൽ നിന്നുമോ അനുമോദേന വേദവ്യാസൻ തൻ നിയോഗത്താൽ വൈശമ്പായന മുഖാംബോരുഹത്തിങ്കൽ നിന്നു വൈശിഷ്ട്യമേറും മഹാഭാരതമിതിഹാസം വിശ്രുതമായതല്ല. ശൗനകാദികളോടു നിശേഷം ഉഗ്രശ്രവസായ സൂതനും ചൊന്നാൻ. കല്യാണം നൽകും ഫലശ്രുതിയും അറിയിച്ചാനെല്ലാ മധുര ചെയ്യുവാൻ വേലയുണ്ടെനിക്കിപ്പോൾ. നല്ലതു വരുമിതു കേട്ടാലെന്നൊഴിഞ്ഞെനിക്കില്ല മറ്റൊന്നു പറയാവതു നിരൂപിച്ചാൽ. ചൊല്ലിയിലതിൽ പരമുണ്ടല്ലോ ഫലമിതിനെല്ലാരും പാത്രമല്ലെന്നാകിലോ കേട്ടുകൊള്ളുവിൻ. ശ്രീ മഹാഭാരതത്തിങ്കൽ പ്രതിപാദ്യനായ താമരസാക്ഷൻ വസുദേവനാം കൃഷ്ണൻ തന്നെ വാഗ്മനകായങ്ങളാൽ ഭക്തൈവ നമസ്കരിച്ചാത്മനി സകളരൂപം ധ്യാനിച്ചനന്തരം നിഷ്കളത്തിങ്കൽ തന്നെ നിതരാം ലയിച്ചഥ മുക്തനായി തെളിഞ്ഞുപസംഹരിച്ചതു സൂതൻ. തൽപ്രകാരത്തെ അറിയിക്കുന്നേനെന്നു നന്നായി ശില്പമായുര ചെയ്താൾ പൈങ്കിളി മകൾ താനും. വിദ്യാവേദ്യായ നമോ വിദ്യാഭ്യോ നമോ നമോ. ധർമ്മേഭ്യോ നമോ ധർമ്മധാരിണേ നമോ നമഃ. ദേവേഭ്യോ നമോ വാസുദേവായ നമോ നമഃ. കൃഷ്ണായ വർണ്യായസ്മൈ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഇജസ്യേ മഹാഭാരതേ പരിഭാഷാരൂപം സ്വർഗാരോഹണ പർവം സമാപ്തം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.